ഹല്ലേലൂയ. കർത്താവിന്റെ പ്രാർത്ഥിപ്പാൻ ദൈവം സഹായിച്ചല്ലോ. കർത്താവിന്റെ പറഞ്ഞു എനിക്കിഷ്ടമുള്ളൊരു വൈദ്യഭാവമാണ് തുറക്കാൻ കഴിയാത്ത നായ്ക്കളും. സ്തോത്രം. നായ്ക്കള് വാ തുറക്കുന്ന മുഴുവൻ കഴിക്കാൻ വേണ്ടി മാത്രമാണ്, പിന്നെ കിടന്ന് ഉറക്കമാണ്. നമ്മളെ പറ്റിയല്ല പറഞ്ഞു, പുറത്തുള്ളവരെ പറ്റിയാ പറഞ്ഞു. സ്തോത്രം. ക്രൈസ്തലോട് നമ്മളെല്ലാം കഴിക്കുന്ന നായ്ക്കളാന്ന് എനിക്കറിയാം. സ്തോത്രം. ക്രൈസ്തലോട് ഒരു വേദഭാവം കൂടെ നമുക്ക് നോക്കാം. സ്തോത്രം. എസെക്കിയേൽ പുസ്തകം 3-ാം അധ്യായം 16-ാം വാക്യം 17-ാം വാക്യം വായിക്കാം. 17-ാം വാക്യം. എസെക്കിയേലിന്റെ പുസ്തകം 3-ാം അധ്യായം 17-ാം വാക്യം. മനുഷ്യപുത്ര ഞാൻ നിന്നെ ഇസ്രായേൽ ഗൃഹത്തിന്റെ കാവൽക്കാരനാക്കിയിരിക്കുന്നു. നീ എന്റെ വായിൽ നിന്ന് വചനം കേട്ട് എന്റെ നാമത്തിൽ അവരെ പ്രബോധിപ്പിക്കണം. ഞാൻ ദുഷ്ടനോട് നീ മരിക്കുമെന്ന് കൽപ്പിക്കുമ്പോൾ നീ അവനെ ഓർപ്പിക്കുകയോ ദുഷ്ടനെ ജീവനോട് രക്ഷിക്കേണ്ടതിന് അവൻ തരുവാൻ അവനെ ഓർപ്പിച്ചുകൊണ്ട് ഒന്നും പറയുകയോ ചെയ്യാൻ ഞാൻ ദുഷ്ടൻ തന്റെ ആർത്തിയത്തിൽ മരിക്കും. അവന്റെ രക്തമോ ഞാൻ നിന്നോട് ചോദിക്കും. എന്നാൽ നീ ദുഷ്ടനെ ഓർപ്പിച്ചു. കാവൽക്കാരന്റെ ഡ്യൂട്ടി ഒഴിച്ച് ചേപ്പറിന് 62 ഞാൻ നിന്റെ മതിലിന്മേൽ ആക്കി കാവൽക്കാരാ. ദൈവം നമ്മളെ ഓരോരുത്തരെയും ആക്കിയിരിക്കുന്ന ജോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ളവരോട് സുവിശേഷം അറിയിക്കുന്ന ജോലിയാ. മൗനമായിരിക്കാനുള്ള കാവൽക്കാരൻ. എസെക്കിയേലിനോട് മനുഷ്യപുത്ര ഞാൻ നിന്നെ കാവൽക്കാരനാക്കി, ഞാൻ നിന്നെ കാവൽക്കാരനാക്കിയിരിക്കുന്നു. സ്തോത്രം. ഞാൻ ദുഷ്ടനോട് നീ മരിക്കുമെന്നും കൽപ്പിക്കുമ്പോൾ നീ അവനെ ഓർപ്പിച്ചോ ദുഷ്ടനെ ജീവനോട് രക്ഷിക്കേണ്ടതിന് അവൻ തന്നെ ദുർമാർഗം വിട്ടു അവനെ ഓർപ്പിച്ചു ഒന്നും പറയുകയോ ചെയ്യാഞ്ഞാൽ അവനോടൊന്നും പറയുകയും ചെയ്യാഞ്ഞാൽ ദുഷ്ടൻ തന്നെ അകൃത്യത്തിൽ മരിക്കും. അവന്റെ രക്തമോ ഞാൻ നിന്നോട് ചോദിക്കും. ഭയങ്കര വാക്യമാണ്. സ്തോത്രം. അവൻ അകൃത്യത്തിൽ മരിക്കും. ഞാൻ നിന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ജോലിയായത്. അത് നമ്മളെ ഏൽപ്പിക്കുന്ന ജോലിയും പ്രാർത്ഥിക്കുന്ന ജോലി നമ്മളെ ഏൽപ്പിക്കുന്ന ജോലിയാണ്. പ്രൈസിലുള്ള മറ്റുള്ളവരെ സ്നേഹിക്കാൻ നമ്മളെ ഏൽപ്പിക്കുന്ന ജോലിയാണ്. ഏറ്റവും വലിയായിട്ടുള്ള വിഷയം മറ്റുള്ളവരുടെ സുവിശേഷം അറിയിക്കാം. അപ്പൊ നോക്കിക്കേ, നമ്മൾ അറിയുന്ന കാര്യം ചെയ്യാതിരുന്നാൽ പാപമാണ്. എടുത്തു വായിച്ച ലേവ്യ പുസ്തകം 5-ാം അധ്യായം 1-ാം വാക്യം വായിച്ചത്. അറിയുന്ന കാര്യം ചെയ്യാതിരുന്നാൽ പാപം. 5-ാം അധ്യായം 1-ാം വാക്യം. 5-ാം അധ്യായം 1-ാം വാക്യം. കേട്ടിട്ട് ഞാൻ സാക്ഷിയായി കാണുകയോ അറിയുകയോ ചെയ്തത് അറിയിക്കാതെ അങ്ങനെ പാപം ചെയ്ത് തന്റെ കുറ്റം വഹിക്കണം. കണ്ടോ, നമ്മൾ അറിയാവുന്ന കാര്യം ചെയ്യാതില്ല മൗനമായിരുന്ന പാപമാണ്. ആ വാക്യം ഭയങ്കര വാക്യമാണ്. അതുകൊണ്ടാണ് യാക്കോബിന്റെ ലേഖനത്തിൽ ഇങ്ങനെ വായിക്കും, നന്മ ചെയ്യുവാൻ അറിഞ്ഞിട്ടും ചെയ്യാതിരിക്കുന്ന പാപം. അത് പാപം. നന്മ ചെയ്യാൻ ഏറ്റവും വലിയ നന്മ എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരുടെ സുവിശേഷം അറിയിക്കുക. അത് ചെയ്യാതിരുന്ന പാപം. പഴയ നിയമത്തിലും അത് തന്നെയാണ് വായിക്കുന്നത്. ഒരു കർത്താവിനെ അറിയാത്തൊരു വ്യക്തി ഇങ്ങനെ നമ്മൾ കാണണം. നമ്മുടെ അയൽവക്കത്തെ ഒരു വീട് തീ വെച്ചാൽ വിചാരിച്ചു അവർ ഉറങ്ങാന്ന് വിചാരിച്ചു. അവരുടെ വീട്ടിൽ കണ്ട അവർ ഉറങ്ങുക, നമ്മൾ കിടക്കുക. നമ്മുടെ എത്ര ശത്രുവാന്ന് പറഞ്ഞാലും നമ്മളവരെ വിളിച്ച് ഉണർത്തി പുറത്തു കൊണ്ടുവരും. അത് നമ്മൾ ചെയ്യുന്ന കാര്യം. ഇതുപോലെ യേശുവിനെ അറിയാതെ നടക്കുന്നവരെല്ലാം തീക്കത്തോ നടക്കുമെന്ന് ഓർത്തോ. അവർ നരകത്തിൽ കൂടെ നടക്കുക. ആ ഒരു വെളിപ്പാട് നമ്മുടെ ഉള്ളിൽ വരണം. ആ വെളിപ്പാട് വന്നാൽ പിന്നെ പ്രാർത്ഥനയ്ക്കൊന്നും തടസ്സമേ അല്ല. നമ്മൾ അതുപോലെ പ്രാർത്ഥിക്കുന്നത് എനിക്കറിയാം. ഞാൻ ഇൻസ്ട്രക്ഷൻ പറഞ്ഞതേ ഉള്ളൂ. അപ്പം നമ്മൾ തന്നെ ചെയ്യുവാൻ അറിഞ്ഞിട്ടും ചെയ്യാതിരിക്കുന്ന പാപം. ദുഷ്ടനോട് ഞാൻ ദൈവാത്മാവ് നമ്മുടെ ഉള്ളത്തിൽ പറയുവാണ്. അത് പറഞ്ഞു കഴിഞ്ഞാൽ സ്തോത്രം. പ്രാർത്ഥിക്കാൻ പറഞ്ഞാൽ പ്രാർത്ഥിക്കാതിരിക്കും. മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറഞ്ഞാൽ പ്രാർത്ഥിച്ചോണം. ഞാൻ പറഞ്ഞില്ലയോ, അഭിഷേകം നമ്മുടെ മേൽ രോഗശാന്തി വരെ ഉണ്ടോ എന്ന് എങ്ങനെ അറിയുന്നത്? ഇവരുടെ നമ്മൾ കൈവച്ച് പ്രാർത്ഥിച്ചാലേ അറിയാം. അത് എനിക്ക് രോഗശാന്തി വരെ ഉണ്ടോ ഇല്ലയോ എന്ന് അറിയണമെങ്കിൽ കൈവച്ച് പ്രാർത്ഥിക്കണം. കൈവച്ച് പ്രാർത്ഥിക്കുമ്പോൾ നമ്മളെല്ലാം ആരെയും സൗഖ്യമാക്കും. ദൈവം നമ്മൾ കൈവെക്കാതിരുന്നാൽ അങ്ങനെ അവർ സൗഖ്യമാകുന്നു. കാണുന്നവരെ കാണുമ്പോൾ ഉടനെ കൈവച്ച് പ്രാർത്ഥിച്ചോണം. ദൈവം അതിനകത്ത് നമ്മുടെ മോട്ടീവ് കറക്റ്റാ. അവരെ അനുഗ്രഹിക്കപ്പെടണം. കർത്താവ് അവർ സൗഖ്യമാകണം എന്നുള്ള നല്ല
നല്ല ഉദ്ദേശമാണോ നിശ്ചയമായിട്ട് സാധിക്കും, നിശ്ചയമായിട്ട് സാധിക്കും. അതുകൊണ്ടാണ് ആലോചന അറിഞ്ഞിട്ടോ ഇനി നോക്കിയിട്ട് ലേവ്യ പുസ്തകം 5-ന്റെ പ്രൈസിലോട് 5-ാം അധ്യായം 17-ാം വാക്യം വായിച്ചു. അവർ ചെയ്യരുതെന്ന് യഹോവ കൽപ്പിച്ചിട്ടുള്ള നല്ല കാര്യത്തിലും തിരച്ചിട്ട് അവൻ അറിയാതിരുന്നാലും കുറ്റക്കാരനാകുന്നു, അവൻ തന്റെ കുറ്റം വഹിക്കണം. ഇതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത്, കർത്താവ് പറഞ്ഞത് എല്ലാവരോടും സുവിശേഷം അറിയിക്കാൻ. അവരറിയിപ്പം ആദിവാസികളൊക്കെ നോർത്ത് ഇന്ത്യയിലൊക്കെ കിടപ്പുണ്ട്. വെസ്റ്റ് ബംഗാളിലും ഡാർജിലിംഗ് ഏരിയയിലൊക്കെ നേപ്പാളിലോട്ട് പോകുന്ന സ്ഥലത്ത് ഞാൻ അവിടെയൊക്കെ പോയിട്ടുള്ള ഏരിയയാ. പോയെന്ന് പറഞ്ഞ് പറയിക്കാൻ വേണ്ടി പറഞ്ഞില്ല. ഞാൻ എനിക്ക് അവിടെയൊക്കെ കാണുമ്പോൾ എനിക്ക് ഭാരമാണ്. ആ ഏരിയകളിലൊക്കെ പോയുമ്പോൾ ആദിവാസികൾ അനേകരുണ്ട്. സ്തോത്രം. അവരറിഞ്ഞില്ലെങ്കിലും അവർക്ക് ശിക്ഷയുണ്ട്. നമ്മൾ അറിയത്തില്ലെങ്കിൽ നമുക്ക് ശിക്ഷയുണ്ട്. ഇപ്പൊ ഞാൻ പറയും, ഇപ്പൊ നാട്ടിൽ നിന്ന് ഒരാൾ വരികയാണെന്ന് വിചാരിച്ചു, കേരളത്തിൽ നിന്ന് ഒരാൾ ഇംഗ്ലീഷ് അറിയത്തില്ല, പ്രായം ഒരാൾ വന്നു ഇംഗ്ലീഷ് ഒന്നും അറിയത്തില്ല, ഇവിടെ വന്ന് ഇവിടുത്തെ നിയമം തെറ്റിച്ചെന്ന് വിചാരിച്ചു. ഇവിടുത്തെ ഒരു നിയമം തെറ്റിച്ച്, ഇംഗ്ലീഷ് ഒന്നും അറിയത്തില്ല, നിയമം തെറ്റിച്ചു. നിയമം ചെല്ലുമ്പോൾ കോർട്ടിൽ ചെല്ലുക. കോർട്ടിൽ ചെല്ലുമ്പോൾ അയ്യോ ജഡ്ജിന്റെ മുമ്പിൽ പറയാം, എനിക്ക് ഇംഗ്ലീഷ് അറിയത്തില്ലായിരുന്നു, നിയമം അറിയത്തില്ലായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ ചെയ്തത് എന്ന് പറഞ്ഞ് ഒരു എക്സ്ക്യൂസും ഇല്ല. അയ്യോ ഇംഗ്ലീഷ് അറിയത്തില്ലയോ, അയ്യോ സോറി ഉണ്ടെന്ന് ആരും പറയത്തില്ല. നിയമം അറിയത്തില്ലായിരുന്നു, ഞാൻ ലോ സ്കൂളിലൊന്നും പഠിക്കാൻ പോയില്ല, അതൊന്നും ചോദിക്കത്തില്ല. നിയമം തെറ്റിച്ചാൽ ഇംഗ്ലീഷ് അറിഞ്ഞില്ലേലും നിയമം അറിഞ്ഞില്ലേലും ജയിലില്ല. സത്യമായി പറയുന്നത്. ഇതുപോലെ ദൈവത്തിന്, അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത് നിങ്ങൾ സർവ്വശിക്ഷയോടും ശിക്ഷ അറിയിക്കാൻ. എന്താ കാരണം എന്നറിയാം, അവരറിഞ്ഞില്ലെങ്കിലും അവർ ശിക്ഷയുണ്ട്. നമ്മൾ അറിയത്തില്ല, നമുക്ക് ശിക്ഷയുണ്ട്. അതുകൊണ്ടാണ് ദാനിയേൽ പ്രവൃത്തി വായിക്കുന്ന സ്തോത്രം, നിലത്തിലെ പൊടിയും നിശ്ചല കൊണ്ടുപോയി ചിലർ നിശ്ചയിലെത്തിക്കായി ഉണരുമെന്ന്. ഞാൻ എപ്പോഴും പറയുന്ന വിഷയമാണ്. നമ്മൾ വിചാരിക്കും അതോ നിശ്ചയിലെത്തിക്കായി ഉണരുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ മേളോട്ട് നോക്കാൻ എന്തില്ല. ആരും അറിയാത്തൊരു അമ്മച്ചി എവിടെ ഇരിക്കുകയെന്നറിയാം, പറഞ്ഞാട്ട് എവിടെ ഇരിക്കുന്നു, സ്വർഗത്തിലിരിക്കുക, സ്വർഗത്തിൽ മേളിലിരിക്കുക. ഇവിടെ വലിയ പ്രസിദ്ധിയുള്ള, ആരെയും കുറ്റം പറയുമല്ല, പ്രസിദ്ധിയുള്ള ഒരാള് താഴെ ക്വാറന്റൈനിലിരിക്കുക. അത് ഒന്നും അറിയാത്ത സമയം വരുന്ന അമ്മയ്ക്ക് മേളിലിരിക്കുന്നു. എങ്ങനെയാ മേളോട്ട് നോക്കുന്ന എങ്ങനെയാ? പിന്നെ തലയെ വിളിച്ച് ലഭിച്ചിരിക്കുക. എന്തോ ഓർക്കുന്നത്, അയ്യോ ഞാൻ ഇഷ്ടപ്പെട്ടു, ഞാനത് അറിയില്ല അറിയിച്ചില്ലല്ലോ എന്നൊരു ചിന്ത വരും. ഇതുകൊണ്ട് നമ്മളെ ഏൽപ്പിക്കുന്ന ജോലിയെല്ലാം ശക്തമായിട്ട് ചെയ്യണം. ശക്തമായിട്ട് ചെയ്യണം. സുവിശേഷം അറിയിക്കണമെങ്കിൽ ശക്തമായിട്ട് ചെയ്യണം. ഫോണൊക്കെ തന്നിരിക്കുമ്പോണ്ടല്ലോ നല്ല ഫോൺ കോളിലും വിളിച്ച് അവരെ ഒന്നും അറിയാതിരിക്കണ്ട. മലയാളം അറിയാവുന്ന ഇന്ത്യക്കാർ മലയാളികൾ ഇഷ്ടംപോലെ ഇരിക്കണം. അത് വിളിക്കണം. എന്തിനാ പേടിക്കുന്നത്? മനുഷ്യഭയം കണിയാ, മനുഷ്യഭയം കണി. ആരെയും ഭയപ്പെടേണ്ട, ഒരു മനുഷ്യനെ ഭയപ്പെടേണ്ട ആവശ്യമില്ല. കാരണം അവരവരുടെ പാപത്തിൽ മരിച്ചു കഴിഞ്ഞാൽ അവര് എസെക്കിയേലിനോട് ഞാൻ നിനക്ക് അവൾക്കാരനാക്കിയിരിക്കുന്നു, നീ പറയാതിരുന്നാൽ നിനക്ക് ശിക്ഷയാ. അതുകൊണ്ടാണ് അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്. അപ്പോസ്തല പ്രവൃത്തി 20:26 വായിച്ച സ്റ്റെപ്പ് പ്ലീസ്. 20:26. അപ്പോസ്തല പ്രവൃത്തി 20:26. അതുകൊണ്ട് നിങ്ങളിൽ ആരെങ്കിലും നശിച്ചു പോയാൽ ഞാൻ കുറ്റക്കാരനല്ല എന്ന് ഞാൻ തന്നെ ഇന്നേ ദിവസം നിങ്ങളോട് സാക്ഷ്യം പറയുന്നു. ആലോചന മറച്ചു വെക്കാതെ ഞാൻ നിങ്ങളെ മുഴുവൻ അറിയിച്ചത്. ഒന്നുകൂടെ അവർക്ക് മറ്റ് ആരെങ്കിലും ഒരാൾ വെച്ച സിസ്റ്റർ. അതുകൊണ്ട് നിങ്ങൾ ആരെങ്കിലും നശിച്ചു പോയാൽ ഞാൻ കുറ്റക്കാരനല്ല എന്ന് ഞാൻ ഇന്നേ ദിവസം നിങ്ങളോട് സാക്ഷ്യം പറയുന്നു എന്ന് ഞാൻ അറിയിച്ചു. ദൈവത്തിന്റെ ആലോചന ഒട്ടും മറച്ചു വെക്കാതെ ഞാൻ മുഴുവനും അറിയിച്ചു തന്നിരിക്കുന്നു. ദൈവത്തിന്റെ ആലോചന ഒട്ടും മറച്ചു വെക്കാതെ ഞാൻ മുഴുവനും അറിയിച്ചു തന്നിരിക്കുന്നുവല്ലോ. നിങ്ങളെ തന്നെയും താൻ സ്വന്തം രക്തത്താൽ സമ്പാദിച്ചിരിക്കുന്ന ദൈവത്തിന്റെ സഭയെ നയിക്കാൻ പരിശുദ്ധാത്മാവ് നിങ്ങളെ അധ്യക്ഷരാക്കി വെച്ച ആട്ടിൻകൂട്ടം മുഴുവനെയും സൂക്ഷിച്ചുകൊള്ളി. അതോട്ട് വായിക്കണമായിരുന്നു. അത് ഈ വായിച്ചു നോക്കിക്കേ. അപ്പോൾ 27-ാം അധ്യായം 18 മുതൽ 20 വായിച്ചു നോക്കി. കപ്പൽ യാത്രയില്ല, കപ്പലും തകർന്ന് വെള്ളത്തിൽ കിടക്കുക. എന്നാലും ആലോചന മറച്ചു വെക്കുന്നില്ല. എന്റെ ഉടയവനും ഞാൻ സേവിച്ചു വരുന്നവനുമായ ദൈവത്തിന്റെ ദൂതൻ ഈ രാത്രിയിൽ എന്റെ അടുക്കൽ നിന്ന് പൗലോസയെ ഭയപ്പെടരുത്.
നീ കൈസറിന്റെ മുൻപിൽ നിൽക്കേണ്ടതാകുന്നു. നിന്നോട് കൂടെ യാത്ര ചെയ്യുന്നവരെയൊക്കെ ദൈവം നിനക്ക് ദാനം ചെയ്തിരിക്കുന്നു എന്ന് പറയാം. അതുകൊണ്ട് പുരുഷന്മാരെ ധൈര്യത്തോടെ അന്വേഷിച്ചതുപോലെ തന്നെ സംഭവിക്കും എന്ന് ഞാൻ ദൈവത്തെ വിശ്വസിക്കുന്നു. അപ്പൊ തന്നെ ഇപ്പൊ എവിടെ കിടക്കാന്നറിയാമോ? വെള്ളത്തിൽ കിടക്കുക. അല്ല കൺവെൻഷൻ സ്റ്റേജിൽ നിൽക്കുകയല്ല, വെള്ളത്തിൽ കിടക്കുക. അവരോടൊപ്പം കപ്പലും തകർന്ന് വെള്ളത്തിൽ കിടക്കുക. അവർ 14 ദിവസം ഒന്നും കഴിക്കാതെ കിടക്കുക. എന്നാലും ആലോചന മനസ്സിൽ വെക്കുന്നില്ല. എന്തോ ആലോചന എന്നറിയാമോ? ഞാൻ സേവിക്കുന്നവനും എന്റെ ഉടയവനുമായ യഹോവ ഇന്നലെ രാത്രി എന്നോട് പറഞ്ഞു. ഞാൻ ആലോചന മറച്ചു വെക്കുന്ന ആളല്ല. നിങ്ങൾക്ക് പ്രയോജനമുള്ളത് എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ മറച്ചു വെക്കത്തില്ല. കാരണം ഞാൻ കാവൽക്കാരനാ. അതുകൊണ്ട് അവരോട് പറയുന്നറിയാമോ? കണ്ടോ, തളർന്നിരിക്കുന്നവനെ ബലപ്പെടുത്തേണ്ടത് യഹോവയായ കർത്താവ് ശിഷ്യന്മാരുടെ നാവിനെ തന്നിരിക്കുന്നു. അതിന് രാവിലെ തോറും ഉണർത്തുക, ശിഷ്യന്മാരെ പോൽ കേൾക്കേണ്ടതിനും പറയേണ്ടതിനും വേണ്ടി. നിങ്ങൾക്ക് ഈ കപ്പൽ യാത്രയിൽ അവയെല്ലാം നഷ്ടപ്പെട്ട് ഭാരത്തോടിരിക്കുന്ന ജനത്തെ പറ്റി പറയുന്നറിയാമോ? നിങ്ങൾ ധൈര്യമായിരിക്കും. എന്നോട് പറഞ്ഞ പോലെ തന്നെ സംഭവം. നിങ്ങൾ പേടിക്കണ്ട, നിങ്ങൾ ധൈര്യമായിരിക്കും. നിങ്ങളുടെ ഒരു തലമുടി പോലും നഷ്ടപ്പെടത്തില്ല. എനിക്ക് കിട്ടിയ ഉറപ്പാണ്. യേശുവിന്റെ നാമത്തിൽ കടബറബ ധിക്കാര ബൗഡ അന്തലാരബ. ദൈവാത്മാവ് എന്തെങ്കിലും പറഞ്ഞാൽ സാഹചര്യം എങ്ങനെയോ ആയിക്കോട്ടെ, അത് അങ്ങനെ തന്നെ നടക്കും. എന്തോ പൗലോസിനോട് ചോദിക്കുക, ഇതെങ്ങനെ നടക്കും? കപ്പൽ തകർന്നില്ലേ? വെള്ളം കിടക്കുന്നു, വെള്ളത്തിലാണ് കിടക്കുന്നത്. കൺവെൻഷൻ സ്റ്റേജിൽ അല്ലിത്, വെള്ളത്തിൽ കിടക്കുക. എന്നോട് പറഞ്ഞ പോലെ തന്നെ സംഭവിക്കും. I know it will happen just as he told me. പറഞ്ഞത് പോലെ തന്നെ സംഭവിക്കും. അത്ര ഉറപ്പാന്ന് നോക്കിക്കേ. എവിടെ കിടക്കും? കപ്പലിൽ വെള്ളത്തിൽ കിടക്കുക. എന്നോട് പറഞ്ഞ പോലെ അത്രയ്ക്കാ ദൈവത്തിന്. കാരണം ദൈവാലോചന കിട്ടി അവരെ ഉറപ്പിക്കുക. നീ എന്താ ശീലത്തിൽ പറഞ്ഞ പോലെ ആ ജനത്തെ എല്ലാം കപ്പലിൽ വെള്ളത്തിൽ കിടക്കുന്ന ജനത്തെ പറയാ, അവരെല്ലാം നിനക്ക് ദാനമായി തന്നിരിക്കുന്നു. ദാനമായിട്ട്, ഗിഫ്റ്റായിട്ട് തന്നിരിക്കുന്നു. കാരണം നമ്മുടെ ചുറ്റുപാടുള്ളവരെല്ലാം ദൈവം നമുക്ക് ഗിഫ്റ്റായിട്ട് തന്നിരിക്കുക. അവരോട് പറയാതിരുന്ന നമ്മുടെ അയൽവക്കക്കാരെ കണ്ട് ഇങ്ങനെ കയ്യൊക്കെ ആക്കുന്ന നല്ലത് തന്നെയാണ്. അവരോട് സുവിശേഷം അറിയിക്കണം. എന്തോത്തിനാ ഭാരപ്പെടുന്നത്? അറിയാവുന്നത് പറയാതിരുന്ന കുറ്റം. ഞാൻ ഇന്നാളിൽ പറഞ്ഞൊരു വിഷയമുണ്ട്. ഞാൻ ബൈബിൾ കോളേജ് പഠിച്ചപ്പോൾ എൻ്റെ കൂടെ സൗത്ത് അമേരിക്കയിൽ പഠിച്ച ഒരു ബ്രദർ അവിടെ അവരുടെ വീട്ടിലോട്ട് പോകാൻ പ്രയാസമായതുകൊണ്ട് എന്നോട് പറഞ്ഞു, എൻ്റെ വീട്ടിൽ ഒന്ന് കുറച്ച് ദിവസം താമസിക്കണമെന്ന്. ഞാൻ പറഞ്ഞു, പുള്ളി ഗിറ്റാറൊക്കെ വായിക്കാം. സൗത്ത് അമേരിക്കക്കാരനാണ്. പഞ്ചാബിൽ നിന്ന് പണ്ട് ബ്രിട്ടീഷുകാരുടെ കാലത്തൊക്കെ പഞ്ചാബിൽ നിന്ന് പോയവരാ. അവർ ലാസ്റ്റ് നെയിം സിംഗ് എന്നാ, നല്ലോണം ഡാനിയൽ സിംഗ് എന്നാ പേര്. വീട്ടിൽ വന്ന് കുറച്ച് ദിവസം താമസിച്ച് എന്നോട് പുള്ളി എപ്പോഴും നേരം വെളുക്കുന്ന വൈകുന്നവരെ ഗിറ്റാറും വായിച്ചുകൊണ്ട് അങ്ങിരിക്കുക. എൻ്റെ അമ്മച്ചിയാണ് അവിടെ കുക്ക് ചെയ്യുകയൊക്കെ ചെയ്തോണ്ടിരുമ്പോൾ അമ്മച്ചി എന്നോട് പറയാം, അമ്മച്ചിക്ക് വലിയ ഇംഗ്ലീഷ് ഒന്നും അറിയത്തില്ലല്ലോ. അമ്മച്ചി എന്നോട് പറയുക, നിന്റെ ഫ്രണ്ടിനോട് പറ, എനിക്ക് നല്ലവണ്ണം ഇംഗ്ലീഷ് അറിയാമായിരുന്നെങ്കിൽ ഞാനിവിടെ ഗിറ്റാർ അടിച്ചുകൊണ്ടിരിക്കത്തില്ല. കുറച്ച് ട്രാക്ക് എടുത്തുകൊണ്ട് റെയിൽവേ സ്റ്റേഷനിൽ പോയി 10 പേർക്ക് ട്രാക്ക് കൊടുക്കും. എൻ്റെ അമ്മച്ചി എന്നോട് പറഞ്ഞു, നിന്റെ ഫ്രണ്ടിനോട് പറയാനാ, അനിൽ സിംഗിനോട് പറയാനാ. പുള്ളി ഇങ്ങനെ ഗിറ്റാർ അടിച്ചോണ്ടങ്ങിരിക്കുക നേരം വെളുക്കുന്ന വയ്ക്കുന്നവരെ. ഞാനും കൂടെ നിൽക്കാം. പിന്നെ ഒരാൾ വീട്ടിൽ നമ്മൾ ചെയ്യാതിരിക്കാനൊക്കത്തില്ല. അപ്പം ഞാൻ പറഞ്ഞു, എൻ്റെ അമ്മച്ചി പറഞ്ഞു, സഹോദര ഇത് കേക്ക്, എനിക്ക് ഇംഗ്ലീഷ് നല്ലോണം അറിയാമായിരുന്നു, ഞാൻ ഇവിടെ നിൽക്കത്തില്ലായിരുന്നു. ഞാൻ പോയി റെയിൽവേ സ്റ്റേഷനിൽ പോയി 10 പേർക്ക് ട്രാക്ക് കൊടുത്തേനാണ്. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, എന്നോട് പറഞ്ഞു, അയ്യോ ഐ എം റിയലി കൺവിക്റ്റഡ്. ഞാൻ ഇത്രയും അറിയാവുന്ന ഒരാൾ ഇങ്ങനെ ഇവിടെ കുത്തിയിരിക്കുന്നത്. ഉടനെ പോയി നമുക്ക് പോകാം, ഉടനെ പോകാം. എപ്പോഴും പോലെ ഓർക്കുന്നു. ഉടനെ ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിൽ പോയി എല്ലാവർക്കും ട്രാക്ക് കൊടുക്കും. കാരണം അറിയിക്കാതിരുന്ന പാപം, നിയമം അറിഞ്ഞിട്ട് ചെയ്യാതിരുന്ന പാപം. അവരവരുടെ പാപത്തിൽ മരിക്കും. അവർക്കും ശിക്ഷയില്ല. ഞാൻ പറഞ്ഞില്ലയോ, ഇംഗ്ലീഷ് അറിയാതെ അമേരിക്ക വന്നു കഴിഞ്ഞ് നിയമം തെറ്റിച്ചാൽ ലോ സ്കൂളിൽ പഠിച്ചില്ലെന്ന് പറഞ്ഞാൽ ശിക്ഷയുണ്ട്, ജയിലിൽ പോകും. കറക്റ്റാ. ഇംഗ്ലീഷ് എന്നുള്ള വിഷയമേ അവർ ചോദിക്കത്തില്ല. നിയമം അറിയാമോ എന്ന് ചോദിച്ചിട്ടുമില്ല. ശിക്ഷയുണ്ടോ? ശിക്ഷയുണ്ട്. നിയമം അറിഞ്ഞില്ലെങ്കിൽ ശിക്ഷയുണ്ട്. അത് വളരെ സത്യമാണ്. ചിലരായിരിക്കും അവർ അറിഞ്ഞില്ലാത്തതുകൊണ്ട് കുഴപ്പമില്ല. നോ, അവർക്ക് ശിക്ഷയുണ്ട്. യേശുവിനെ അറിയാത്തവർ എവിടെ പോകുന്നു? നരകത്തിൽ പോകും. ആ ഒരു ഭാരം നമ്മുടെ ഉടക്കി വന്നു കഴിഞ്ഞാൽ വീട്ടിലോട് നമ്മൾ കറക്റ്റ് ട്രാക്കിൽ പോകും. നമ്മൾ മറ്റുള്ളവരെന്തോ ചെയ്യുന്നു അതൊന്നും നമുക്ക് വിഷയമല്ല. ഞാൻ കാവൽക്കാരനാണ്.
ഞാൻ മതിൽമേൽ നിർത്തിയിരിക്കുന്ന കാവൽക്കാരനാ. പ്രൈസിലോട് ഞാൻ മൗനമായിരിക്കാനുള്ളവനല്ല. പ്രൈസിലോട് ഒരു 2 പേരോടെങ്കിലും ദൈവാത്മാവ് പറയുന്ന പോലെ പ്രൈസിലോട് പരിശുദ്ധാത്മാവ് പറയുന്നത് ഇന്ന വ്യക്തിയോട് പറയാൻ ഞാൻ കൊച്ചു കുഞ്ഞിനെ ഈ പ്രീ സ്കൂളിൽ കൊണ്ടുവിടും. ഞാൻ പോകുന്ന വഴിക്കെന്ന് ഞാൻ അവിടെ കൊണ്ട് ഡ്രോപ്പ് ചെയ്യുമ്പം ഒരു മെത്തഡിസ്റ്റിന്റെ സ്കൂളാണ്. അവിടെ ഇറക്കി വിടുമ്പോൾ അവർ വന്ന് പിക്കപ്പ് ചെയ്യാം. അവർ വരുമ്പോൾ ഞാൻ അവർക്ക് വേണ്ടിയെല്ലാം പ്രാർത്ഥിക്കും. അവർക്ക് വേണ്ടിയെല്ലാം കാണുന്നവർക്കെല്ലാം വേണ്ടി പ്രാർത്ഥിക്കറിയാം. ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കുന്നറിയാം. ഇറക്കി വിടുന്നതിനും അവരെ പ്രാർത്ഥിച്ചതിന് വിടത്തോളിയാണ്. അവിടെ ഒരു സഹോദരി ഇങ്ങനെ എന്നെ കാണുന്നുള്ളൂ, എന്നെ കൂടെ പ്രാർത്ഥനയുടെ ലിസ്റ്റിൽ കൂട്ടണം. ഞാൻ പറഞ്ഞു കൂട്ടാം. ഞാൻ കുറ്റം പറയാനല്ല, അവര് മെത്തഡിസ്റ്റിന്റെ സ്കൂളല്ലേ, എന്നെ കാണുമ്പോൾ എപ്പോഴും കൈ കാണിച്ച് സന്തോഷമായി. അവരെത്തിക്കുന്ന പാൻറിന്റെ മുട്ടിന്റെ അവിടെ മുഴുവൻ കീറിയ പാൻറ്റായിട്ടിരിക്കുന്നത്. 2 മുട്ടും കീറിയതാ. കുറച്ച് ദിവസമുണ്ട് ഇത് കണ്ട് ഞാൻ കൈ കിട്ടും. അങ്ങ് കോട്ടൊക്കെ ഇട്ടുകൊണ്ട് തണുപ്പത്ത് കോട്ടിട്ടുണ്ട്, മുട്ടിന്റെ അവിടെ മുഴുവൻ കീറിയതാ. അപ്പം നമുക്കെന്നെ ചേരണം. പക്ഷെ ദൈവാത്മാവ് പറഞ്ഞു പറയാൻ പറഞ്ഞു. എപ്പോഴും പ്രാർത്ഥിക്കാൻ പറയുന്ന ആളല്ലേ. ഞാൻ അങ്ങനെ ക്ലാസ് കാത്തിട്ട് ചോദിച്ചു, ഇതെങ്ങനെ ഈ മുട്ടിന്റെ അവിടെ അങ്ങനെ കീറിയെന്ന് ചോദിച്ചു. ഒറ്റ വാക്ക് എന്നോട് വേണ്ടിയില്ല. അടുത്ത ദിവസം പോയപ്പോൾ നല്ല ഞാൻ പറഞ്ഞു താങ്ക് യു. അത് നല്ല മാരിട്ടോട് അവിടെ നിൽക്കുന്നു. കാരണം നമ്മുടെ നടപ്പ് കാണുമ്പോഴാണ് അവര് യഥാർത്ഥത്തില്. അതുകൊണ്ടാണ് ശൂലേങ്കാരത്തി സ്ത്രീ പറഞ്ഞത്, നമ്മുടെ വഴിയായി കൂടെ കടന്നു പോകുന്ന പ്രസംഗിക്കുന്നല്ല പറയും, അവൻ ദൈവപുരുഷനും ഞാൻ കാണുന്നു. നമ്മുടെ നടപ്പ് കാണുമ്പോഴും നമ്മുടെ ഡ്രസ് കാണുമ്പോൾ പറയണം അവര് ദൈവമക്കളാണ്. നമ്മുടെ ഭാവം കാണുമ്പോൾ പറയാം അവര് കർത്താവിന്റെ ദാസനാണെന്ന് പറയണം. പ്രജകളോട് നമ്മുടെ രീതി കാണുമ്പോൾ നമ്മുടെ സംസാരം കേൾക്കുമ്പോഴെല്ലാം പ്രജകളോട് അവർ ദൈവമക്കളാണെന്ന് അറിയുന്നത്. ഈ ലോകത്തിന് അനുരൂപരാകരുത്. നന്മയും പ്രസാദവും പൂർണ്ണതയുള്ള ദൈവികം തിരിച്ചറിയുവാൻ മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവാൻ. നമ്മൾ ലോകക്കാരല്ല, നമ്മൾ സ്വർഗീയന്മാരാണ്. ഈ ലോകത്തെ കൂടാരവാസികളാണ്. ഇവിടെ വിട്ട് കടന്നു പോകേണ്ടിയവരാണ്. പ്രജകളോട് അതുകൊണ്ട് നമ്മൾ ലോകക്കാരാകാൻ പാടില്ല. നമ്മൾ വ്യത്യാസം കാണിക്കും. അവരിടത്ത് പോയി പ്രസംഗിച്ചില്ലേലും നമ്മുടെ ഡ്രസ്സ് കാണുമ്പോൾ അവർ പറയണം, അവർ സാക്ഷാൽ ദൈവമക്കളാണ് പറയണം. നമ്മുടെ നടപ്പ് കാണുമ്പോൾ പറയണം. നമ്മൾ ലോകത്തിന് അനുകൂലരാകാനുള്ളവരല്ല. അപ്പം ചിലപ്പം വലുതായിട്ട് പ്രസംഗിക്കണമെന്നില്ല. ഒരു വാക്ക് പ്രാർത്ഥിക്കാൻ അതേ പ്രാർത്ഥിച്ചോ, സമയം കിട്ടുമ്പോഴെല്ലാം ഉപയോഗിച്ചോ. നമുക്കറിയത്തില്ല ഒരു വേടായിരിക്കും നമ്മുടെ വായിൽ പുറപ്പെടുന്നത്. അവരെ അത് ചേഞ്ച് ചെയ്യുമെന്ന്. പ്രജകളോട് 1 മിനിറ്റ് പോലും നഷ്ടപ്പെടാതെ കർത്താവിന് വേണ്ടി എന്തെങ്കിലും ചെയ്തിട്ട് നമുക്ക് അഗ്രമാറ്റി പോകണം. നമ്മൾ ഇവിടുത്തുകാരല്ല. യോന പ്രജകളോട് കപ്പലിലുള്ളവരോട് ചോദിക്കാൻ എന്താണ് നീ ഉറങ്ങുന്നത്, ഇവിടുത്തുകാരനാണെന്ന് ചോദിച്ചപ്പം പറയാമെന്നറിയാം, ഞാൻ അക്കരക്കാരനാണ്, എബ്രായനാണ്. എബ്രായൻ എന്നുള്ള വാക്കിനർത്ഥം പറയാം ഞാൻ അക്കരക്കാരൻ, ഇവിടുത്തുകാരനല്ലെന്നാ. ഞാൻ എബ്രായനാണ്. കടലും കരയും ഉണ്ടാക്കിയ വലിയവനായ ദൈവത്തെ ആരാധിക്കുന്നതെന്ന് പറഞ്ഞാൽ അവർ ഞെരുങ്ങി. അവരോട് യോനോട് ചോദിച്ചേ നീ ആരാധിക്കുന്നവനാണോ, നീ ചട്ടിപ്പോന്ന, അങ്ങനൊന്നും ചോദിച്ചില്ല. അവർ ചോദിച്ചു നീ എവിടുത്തുകാരനാ, നീ എന്ത് ചെയ്യുന്നു, 5-6 ക്വസ്റ്റ്യൻ ചോദിച്ചു. അതിനകത്തൊന്നും ആരാധനയുടെ വ്യക്തതേ ഇല്ല. എന്നാൽ യോനായ്ക്ക് പറയാനുള്ളത്, ഞാൻ അതും ഇതും പറഞ്ഞാൽ ആർക്കും പേടി വരത്തില്ല. നമ്മൾ ഈ ദിവസങ്ങൾ കാണുന്നവരോട് പറയണം, ഞാൻ ദൈവത്തെ ആരാധിക്കുന്ന വ്യക്തിയാന്ന് പറയണം. കടലും കരയും ഉണ്ടാക്കിയ വലിയവനായ ദൈവത്തെ ആരാധിക്കുന്ന വ്യക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഭയം വന്നു. അവർക്കല്ല നമ്മുടെ വീട്ടുകാര്യങ്ങളും അതും ഇതൊക്കെ പറഞ്ഞിട്ടിരുന്നാൽ അവർക്കൊന്നും തോന്നത്തില്ല. ചിലപ്പോൾ അവർക്ക് തോന്നുന്ന അസൂയേ തോന്നും. എന്നാൽ ആത്മാവ് ഞാൻ ദൈവത്തെ ആരാധിക്കുന്ന വ്യക്തി എന്ന് പറയണം. യോനാം പറഞ്ഞു വെച്ചോളൂ, ഞാൻ എപ്രായൻ, ഞാൻ ഇവിടുത്തുകാരനല്ല സഹോദര, ഞാൻ എപ്രായൻ, അക്കരക്ക് ഞങ്ങൾ കൂടാരവാസിക്കുക. ഞാൻ കടലും കരയും ഉണ്ടാക്കിയ വലിയവനായ ദൈവത്തെ ആരാധിക്കുന്നവനെന്നാണ് ഇംഗ്ലീഷ് വായിക്കുന്നത്. അവർ ഞടുങ്ങിപ്പോയത്. നീ എന്തോ പറഞ്ഞു, ഞങ്ങൾ ഭയപ്പെട്ടു പോയല്ലോ. അവരെല്ലാവരും ഭയപ്പെട്ടു പോയെന്നാ വായിക്കുന്നത്. ഞങ്ങൾ എന്തോ ചെയ്യണം? പിന്നെ ചോദിക്കും, നിന്റെ ആൻസർ ഇരിക്കുന്നത്, ഈ വിഷയത്തിന് ആൻസർ ആരുടെ കയ്യിലായിരിക്കും അറിയാം? പ്രാർത്ഥിക്കുന്നവന്റെ കയ്യിൽ ആൻസർ ഇരിക്കുന്നത്, ആരാധിക്കുന്നവന്റെ കയ്യിൽ ആൻസർ ഇരിക്കുന്നത്. ഞങ്ങൾ എന്തോ ചെയ്യണം നീ പറയാനുണ്ട്, എന്റെ അടുത്ത് കിട്ടാൻ മതിയാണ്. അങ്ങനെയാണ് കാരാഗിര പ്രമാണി മുഖ്യമായ ചോദിക്കുക, യജമാന്മാരെ രക്ഷ പ്രാപിപ്പാൻ ഞാൻ എന്താ? ആരോടാ ചോദിക്കുന്നറിയാമോ? കാരാഗ്രഹത്തിൽ പിടിച്ച്
നാമത്തിലിട്ടവരോടാ ചോദിക്കുക, യജമാന്മാരെ രക്ഷ പ്രാപിപ്പാൻ ഞാൻ എന്തോ വേണം? നമ്മുടെ ഇതിൽ കർത്താവിനെ അറിഞ്ഞ ദൈവത്തിന്റെ ദാസന്മാരുടെ ഈ ലോകത്തിന്റെ ആൻസർ ഇരിക്കുന്നത്. ഇവരുടെയിലും അല്ല, ലോയറുടെയിലല്ല ആൻസർ ഇരിക്കുന്നത്. നമ്മുടെ ഈ ദൈവം നമുക്ക് തന്നിരിക്കുന്നു വചനമാണ് ആൻസർ. ആ ഒരു ഭാരം നമ്മുടെ ഉള്ളത്തിൽ വന്നു കഴിഞ്ഞാൽ ഏത് വിഷയത്തിലും സംഗതിയൊക്കെ എങ്ങനെയൊക്കെ തിരിഞ്ഞു മറിഞ്ഞു വന്നാലും ശരി, എന്റെ ദൈവം പറയുന്നതോട് തന്നെ നടക്കും. കപ്പൽ യാത്രയിൽ എല്ലാം നഷ്ടപ്പെട്ടു. കപ്പലെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ പൗലോസ് ഞാൻ എന്നോട് പറഞ്ഞ പോലെ തന്നെ സംഭവിച്ചു. പറഞ്ഞ വാക്കിന് ഒരു കാലത്തും വ്യത്യാസം വരത്തില്ല, ഒരു വള്ളിക്കോ ഒരു പുള്ളിക്കോ വ്യത്യാസം വരത്തില്ല. അതുപോലെ തന്നെ സംഭവിച്ചു. നമ്മൾ വിശ്വാസികളാണ്, അവിശ്വാസികളല്ല. വിശ്വസിക്കുന്നവരാൽ ഈ അടയാളം നടക്കും. അതുകൊണ്ടാണ് പള്ളിപ്രമാണിയോട് കർത്താവ് പറഞ്ഞുകൊണ്ടത്, ഇഗ്നോർ എവരിത്തിങ്. വീട്ടിൽ നിന്ന് മോള് മരിച്ചെന്നുള്ള വാർത്തയാ പറയുന്നത്, അത് ഇഗ്നോർ ചെയ്യാൻ. വിശ്വസിക്കാൻ മാത്രം മതി, വിശ്വസിക്കാൻ മാത്രം മതി. വീട്ടിൽ ചെന്നും കുഞ്ഞ് മരിച്ചു കിടക്കുക, അറിയിച്ച എന്തോ പറഞ്ഞെന്നറിയാം, തലീത്ത ഭൂമി എന്ന് പറഞ്ഞെന്തറിയാം, വിശ്വാസത്തിന്റെ പുറത്തിലാണ് നിന്നെ ചുറ്റിയിരിക്കുന്നത്. നീ ചവ്വാൻ്റെ അവിടെ കിടക്കുക, പക്ഷെ വിശ്വാസത്തിന്റെ പുറപ്പാണ് നിന്റെ മേൽ ഇട്ടിരിക്കുന്നത്. വചനത്തിന്റെ മേലിലാണ് നീ കിടക്കുന്നത്, വചനത്തിൽ ചുറ്റിയിരിക്കുക നിന്നെ. അതാണ് ആ തലീത്ത ഭൂമി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതുകൊണ്ടാണ് ഗേഹസ്യോട് പ്രവാചകൻ എലിശ പറഞ്ഞു അറിയാം, ഓടി ചെന്ന് ഈ വടിയെടുത്ത് അവന്റെ മുഖത്ത് വെക്കാൻ. വടി വചനമാ, ആ വചനം കൊണ്ട് മേടി വെക്കാൻ ഓടിപ്പോയി വടി കൊണ്ട് വെച്ചു. അനുകൊണ്ടായില്ല, ആ വടി കൊണ്ട് വെച്ചെന്ന് പറയുമ്പോൾ ഉണ്ടല്ലോ വചനം. വചനമാണ് ഏത് വിഷയത്തിന് മേലിൽ വെക്കണം. മരിച്ചതായിക്കോട്ടെ, കുഴപ്പമില്ല, അതിന് മേലിക്കൊണ്ട് വടി വെച്ചേക്കണം. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഞാൻ ഈ വചനത്തിലാണ് വിശ്വസിക്കുന്നത്. അതുപോലെ തന്നെ സംഭവിക്കും. അതിനകത്ത് യാതൊരു സംശയവും എനിക്കില്ല. കാരണം എന്നോട് ദൈവം പറഞ്ഞ കാര്യം ഞാൻ പറയാ ഞാൻ കുറ്റക്കാരനാണ്. നിങ്ങൾക്ക് പ്രയോജനങ്ങളൊന്നും ഞാൻ മറച്ചു വയ്ക്കത്തില്ല, അത് മുഴുവൻ പറഞ്ഞു തരും. പ്രൈസിലോട് അതുകൊണ്ട് പ്രൈസിലോട് വീട് തോറും അറിയിച്ചില്ലെന്നാ പുസ്തകം പോലീസ് പറയും. വീട് തോറും ഈ രക്ഷിക്കപ്പോര് കർത്താവിനെ അറിയുന്നതിന് മുമ്പേ വീട് തോറും പോയി ആണിനെയും പെണ്ണിനെയും പിടിച്ചോണ്ട് പോയത്. കർത്താവിന് അതെന്നെ ഇഷ്ടപ്പെട്ടു. അപ്പോസ്തലപ്രവൃത്തി 8-ാം അധ്യായത്തിൽ വായിക്കുന്ന വീട് തോറും പോയി, അങ്ങനെ വായിക്കുന്ന വീട് തോറും പോയി ആണുങ്ങളെയും പെണ്ണുങ്ങളെയും പിടിച്ചു. നമ്മളത് പെണ്ണുങ്ങളെ തൊട്ടരുത്, അയ്യോ തൊട്ട് മോശം, വല്ലതും കണ്ടാൽ മോശമാണ്. അതുപോലെ ആണുങ്ങളെ ആ വാക്യം വായിച്ചാൽ അപ്പോസ്തലപ്രവൃത്തി 8-ന്റെ എല്ലാവരും ഉണ്ടോ? ചെന്ന് പുരുഷന്മാരെയും സ്ത്രീകളെയും പിടിച്ചിരച്ച് തടവിൽ ഏൽപ്പിച്ചുകൊണ്ട് സഭയെ മുടിച്ചു പോന്നു. ഒന്നുകൂടെ വായിച്ചെടുത്ത്. എന്നാൽ ശൗൽ വീട് തോറും ചെന്ന് പുരുഷന്മാരെയും സ്ത്രീകളെയും പിടിച്ചിഴച്ച് തടവിൽ ഏൽപ്പിച്ചും കൊണ്ട് സഭയെ മുടിച്ചു പോന്നു. ഒരു വീട് തോറും നടന്നതിന്റെ അർത്ഥം എന്താ? എല്ലാ വീട്ടിലും കയറുമെന്ന്. നമ്മളന്ന് വിശ്വാസികളുടെ വീട്ടിൽ മാത്രമേ കയറത്തുള്ളൂ, അല്ലയോ? അങ്ങനല്ലയോ? അറിയാവുന്നവരുടെ വീട്ടിൽ മാത്രമേ. ഇത് വീട് തോറും കയറി ആണുങ്ങളെയും പെണ്ണുങ്ങളെ പിടിച്ചോണ്ട് പോവാ. അയ്യോ, കർത്താവ് പറഞ്ഞു, ഈ അദ്ദേഹത്തെ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു, ഇതിനെ ഒന്ന് തിരിച്ചാൽ മതി, ഇതുപോലെ എനിക്ക് വേണ്ടി ചെയ്യുമെന്ന്. ഇങ്ങനെയുള്ളവരെ കർത്താവിന് ആവശ്യം. ഒന്ന് തിരിച്ചാൽ മതിയല്ലോ, ഇതുപോലെ എനിക്ക് വേണ്ടി. അതുകൊണ്ടാണ് ആ തിടുക്കും ആവശ്യം വന്നോണ്ടാണ്. അതുപോലെ കർത്താവിനെ അറിഞ്ഞു കഴിഞ്ഞപ്പോൾ അതുപോലെ ചെയ്യുക. അതുപോലെ വീട് തോറും കയറി നിങ്ങളോട് സുവിശേഷം നിങ്ങൾക്ക് പ്രയോജനമുള്ള ഒന്നും മറച്ചു വെക്കാതെ പറയാം. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ ആ വെളിപ്പാട് നമ്മുടെ ഉള്ളിൽ വരണം. വന്നു കഴിഞ്ഞാൽ പിന്നെ ഒന്നും പേടിക്കണ്ട. യഹോവ നമ്മോട് ഉണ്ട്. അയച്ചൻ വിളിച്ചവൻ കൂടെ ഉണ്ടെങ്കിൽ പിന്നെ പേടിക്കണ്ട. അവൻ എന്നെ തനിയെ വിടത്തുമില്ല. അതുകൊണ്ടാണ് കർത്താവായ യേശുക്രിസ്തു പറഞ്ഞ വിഷയമാണ്. യോഹന്നാൻ 8-ാം അധ്യായം, എന്നെ വിളിച്ചവൻ എന്നോട് കൂടെ ഉണ്ടെന്ന്. എന്നെ അയച്ചവൻ എന്നോട് കൂടെ ഉള്ളതുകൊണ്ട് അവൻ എന്നെ തനിയെ, അവന് ഇഷ്ടമുള്ളത് ചെയ്യുന്നതുകൊണ്ട് അവൻ എന്നെ തനിയെ വിടത്തുമില്ല. കണ്ടും കേട്ടുമുള്ളതാണ് ഞാൻ ചെയ്യുന്നു. ഞാൻ വിളിച്ചവനെ പ്രസാദിപ്പിക്കുക. അതുകൊണ്ട് അപ്പോസ്തലൻ പൗലോസ്, ഞാൻ ഇന്ന് മനുഷ്യരെ പ്രസാദിപ്പിക്കണം, ഞാൻ ദൈവത്തിന് ദാസനല്ല. നമ്മൾ ഓർഗനൈസേഷന്റെ ദാസന്മാരാകരുത്, ദൈവത്തിന്റെ ദാസന്മാരായിട്ടില്ല.
ദൈവത്തെ പ്രസാദിപ്പിച്ച് ജീവിതം ചെയ്യണം. നമുക്കിന്ന് കക്കന്മാരിൽ പോകണം. സ്തോത്രം. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ കാവൽക്കാരാന്നുള്ള ചിന്ത നമ്മുടെ കൂടുതൽ വരണം. ഞാനൊരു കാവൽക്കാരനെന്ന് രാവും പകലും പ്രാർത്ഥിക്കുന്ന ഒരു കാവൽക്കാരനാ. മതിന്മേൽ ആഴ്ച വെച്ചിരിക്കുന്ന കാവൽക്കാരനാ. പ്രേതലോ അറിഞ്ഞ കാര്യം സത്യമായിട്ട് ഫോൺ എടുത്താലും രണ്ടുപേരെയും വിളിച്ച് പറയണം. ഒന്ന് വിളിച്ച് പ്രാർത്ഥിച്ചേക്കണം. ഒന്നും പേടിക്കണ്ട. എന്തിനാ പേടിക്കുന്നത്? മനുഷ്യപ്പയൻ നമുക്ക് കണിയാ. ആരെയും പേടിക്കണ്ട. 10 പേരോട് ദൂരത്തെ അറിയിക്കണം. അതാണ് എൻ്റെ തിടുക്കും ആവേശം. അതിനായി നമ്മളെല്ലാവരും ദൈവം സഹായിക്കട്ടെ. നമുക്കൊരു വാക്ക് പ്രാർത്ഥിക്കാമല്ലോ. നല്ലവനായ ദൈവമേ, വിശ്വസ്തനായ കർത്താവേ, ഈ വചനത്തിനുണ്ടായ അടിയനെ സമ്പൂർണ്ണമായി എന്നെ സഹായിക്കണമേ. ഞങ്ങളെ ഓരോരുത്തരെയും സഹായിക്കണം. ഞങ്ങളെ ഏൽപ്പിച്ച കാര്യം വിശ്വസ്തയോട് ഞങ്ങളെ സഹായിക്കണമേ. മോശവാടിയ പോലെ ഞങ്ങൾ ജ്ഞാനമുള്ള ഒരു ഹൃദയം പ്രാപിപ്പാൻ ഞങ്ങളുടെ നാളുകളെ എണ്ണുവാൻ ഞങ്ങൾ ഉദ്ദേശിക്കണമേ. ദിവസങ്ങൾ എണ്ണിക്കൊണ്ട് ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. കർത്താവിന് വേണ്ടി ഏതുമായി തീരുവാൻ ഞങ്ങളെ സഹായിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ക്രിസ്തുസേവന്മാരായിരിക്കാനല്ല കർത്താവെ, കർത്താവിനെ പ്രസാദിപ്പിക്കുന്ന ഒരു ജീവിതം എവിടെ ആയിരുന്നു ഞങ്ങളെ ആശ്രയിക്കുന്നത്. കർത്താവിന് വേണ്ടി ഒരു മാഗ്നറ്റ് ആയി തീരുവാൻ ഞങ്ങളെ സഹായിക്കണം. മറ്റുള്ളവരെ ജ്ഞാനികൾ ആത്മാക്കളെ നേടുന്നതിന്റെ വചനത്തിൽ വായിക്കുന്നുണ്ട്. കർത്താവെ, ആത്മാവ് ഏൽപ്പിക്കുന്നൊക്കെ സംസാരിപ്പാൻ തൊക്കണം. ഞങ്ങളുടെ നാവുകളെ സമ്പൂർണ്ണമായി ഏൽപ്പിക്കുന്നു. ദൈവാത്മാവ് പറയുന്ന സത്യമായി പറയുവാൻ മനുഷ്യനെ ഭയപ്പെടേണ്ട ആവശ്യമില്ലല്ലോ. കർത്താവെ, ഞങ്ങളോടുകൂടെ ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഭയപ്പെടേണ്ട ആവശ്യമില്ല. സിംഹങ്ങളുടെ വായ അടയ്ക്കുന്ന ദൈവം അത്ഭുതം പ്രവർത്തിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈ പ്രേയറിൽ എനിക്ക് കടന്നു വരുന്ന എല്ലാവരെയും അനുഗ്രഹിക്കണമേ. ഇവരുടെ കുടുംബങ്ങളെ അനുഗ്രഹിക്കണമേ. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ വിഷയങ്ങൾക്കും എന്റെ ദൈവത്താൽ അസാധ്യമായത് ഒന്നുമില്ല. മോശ പറഞ്ഞു, സ്തോത്രേ, ഈ ജനങ്ങൾക്ക് 1 മാസം മീറ്റ് കൊടുക്കുവാൻ ഞങ്ങളുടെ കയ്യിലുള്ള എല്ലാ മൃഗങ്ങളെ കൊണ്ട് കടലിലെ എല്ലാം മീനെ പിടിച്ചാൽ അകടക്കത്തില്ല എന്ന് പറഞ്ഞപ്പോൾ എന്റെ കൈ കുറുതായിട്ടുണ്ടോ? ഇപ്പോൾ കാണോ. നിന്റെ കാര്യം കുറുതായിട്ടില്ല. നിന്റെ ഗീതം പൂർണ്ണമായി നിറവേറണമേ. നിങ്ങൾ ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കുന്നവർ നിന്നെ അന്വേഷിക്കുന്ന ഒരു കാലത്തിൽ ലജ്ജിതരാകത്തില്ല. നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ വിഷയങ്ങൾക്കും വിടുതൽ വേണമേ. കപ്പൽ യാത്രയിലെല്ലാം പേർന്ന പുസ്തക പോലീസ് പറഞ്ഞു അതുപോലെ തന്നെ സംഭവിച്ചു. യാതൊരു സംശയവും എനിക്കില്ല, ഒരു ഭയമില്ല. അതുപോലെ തന്നെ സംഭവിച്ചു. കർത്താവ് താൻ ഗംഭീരനാഥത്തോടും പ്രധാനമന്ത്രി സ്വർഗത്തിൽ നിറഞ്ഞു വരികയും മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽപ്പിനോട് അവനെതിരേൽപ്പാൻ ആകാശങ്ങളിലേക്ക് എടുത്തു കൊള്ളപ്പെടുന്ന നിന്റെ വചനമാണല്ലോ. ആ വചനം ഞങ്ങൾ വിശ്വസിക്കുന്ന കർത്താവേ, അതുപോലെ സംഭവിക്കാൻ പോവുകയാണെന്ന് സ്തുതിക്കുന്നു. ദൈവത്തെ എതിരേൽപ്പാൻ നീ ഒരുങ്ങിക്കൊള്ളുക. ആ 4:12 ഞങ്ങൾ വായിക്കുന്നു. അപ്പോഴും ഒരുക്കത്തോട് ദൈവകൃപ അധികമായി പാരണമേ. യേശുവിൻ നാമത്തിൽ ആമേൻ.